നല്ല ടേസ്റ്റുള്ള റെഡ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ? ആദ്യം വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ട് 1 കപ്പ് പാസ്ത വേവിച്ചിട്ട് മാറ്റി വയ്ക്കണം. സോസ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത 3 ചെറിയ തക്കാളി എടുക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് വരഞ്ഞിട്ട് വെള്ളത്തിലേക്കിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. വെന്ത ശേഷം ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പാൻ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കുഞ്ഞു സവാളയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ക്യാരറ്റും സുക്കിനിയും ക്യാപ്സിക്കവും പിന്നെ വേവിച്ച കോണുമാണ് ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആയ ശേഷം അരച്ച തക്കാളി ചേർക്കാം. പിന്നെ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി, സോസിൽ ആവശ്യമുള്ള ഉപ്പ്, മിക്സഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ, പിന്നെ 1 സ്പൂൺ ടൊമാറ്റോ സോസ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചൂടായ ശേഷം ഇനി ഇതിലേക്ക് വേവിച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്തയും സോസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് സോസിൽ കോട്ട് ചെയ്തെടുക്കണം. ലാസ്റ്റ് വേണമെങ്കിൽ അല്പം ചീസും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റുള്ള റെഡ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്.